എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ വർഷത്തെ പ്ലം കേക്ക് സോക്കിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മൾ ആൽക്കഹോളിക് പ്ലം കേക്കിന് വേണ്ടിയിട്ടുള്ള സോക്കിംഗ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഒരുപാട് ടൈപ്പിലുള്ള പ്ലം കേക്കുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം. അപ്പോൾ അതൊക്കെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ കണ്ടു നോക്കുക. നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു റിച്ച് ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ സോക്കിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സും ഒക്കെ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് എന്തൊക്കെയാണെന്ന് നമ്മൾ പറയാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കറുത്ത മുന്തിരിങ്ങയാണ്. ഒരുപാട് കറുപ്പുള്ള മുന്തിരിങ്ങയല്ല ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു മീഡിയം കറുപ്പുള്ളതാണ്. ഇതിൽ അരി ഇല്ലാത്തതാണ്. നമ്മൾ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്താലും അരി ഇല്ലാത്തത് വേണം എടുക്കാനായിട്ട്. വളരെ ചെറിയ ഇതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്താണ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു ഗോൾഡൻ റൈസിനും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് അളവെന്ന് പറയുന്നത് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചിട്ട് വേരി ചെയ്യാം. അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ആപ്രിക്കോട്ടാണ്, ഡ്രൈഡ് ആയിട്ടുള്ള ആപ്രിക്കോട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. അത് വളരെ ചെറുതായിട്ട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് തന്നെ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ക്രാൻബെറിയാണ്. അപ്പോൾ ഇതും ഡ്രൈഡ് ക്രാൻബെറിയാണ്. അപ്പോൾ അതൊരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കിവി ഉണങ്ങിയതാണ്. ഇത് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. 50 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇത് വന്നിട്ട് ഡ്രൈഡ് പ്ലം ആണ്, പ്രൂൺ എന്നും പറയും. അപ്പോൾ ഇതൊരു 100 ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വലുതാണ്, ചെറുതായിട്ടൊന്ന് നുറുക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പല കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. ഇതിവിടെ വാങ്ങിക്കാൻ കിട്ടിയതാണ്. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് ജിഞ്ചർ ക്യാൻഡിയാണ്. അപ്പോൾ ഇത് ചേർക്കുമ്പോൾ പ്ലം കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് വലുതായിട്ടാണ് വരുന്നത്, വളരെ ചെറുതായിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ചെറിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഭരണിയിലിട്ട് വെക്കുന്ന ചുവന്ന ചെറി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എടുക്കുന്നത് ഓറഞ്ചിൻ്റെ തൊലി ക്യാൻഡി ചെയ്തതാണ്. അപ്പോൾ അതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ബദാമാണ്. തൊലി കളഞ്ഞ ബദാം ഫ്ലേക്സ് ആണ് എടുത്തിരിക്കുന്നത്. തൊലിയോട് കൂടിയിട്ടുള്ള ബദാം എടുക്കുന്നതിനെക്കാട്ടും നല്ലത് തൊലി കളഞ്ഞ് ഇതുപോലെ വാങ്ങിക്കാൻ കിട്ടുന്നതുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് വളരെ ചെറിയ പൈൻ നട്ട്സ് എന്ന് പറഞ്ഞൊരു നട്ടാണ്. അത് കമ്പൽസറി ഒന്നും അല്ല, കിട്ടുവാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം മാറ്റാവുന്നതാണ്. പിന്നെ നമ്മളൊരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് നുറുക്കിയത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ചുകൂടെ ടൂട്ടി ഫ്രൂട്ടി, ഇത് ശരിക്കും ടൂട്ടി ഫ്രൂട്ടി അല്ല, നമ്മുടെ പപ്പായ, പഴുത്ത പപ്പായ ക്യാൻഡി ആക്കിയതാണ്. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് അതിൻ്റെ ടെക്സ്ചർ. അപ്പോൾ അത് ഞാൻ ഒരു 100 ഗ്രാം കൂടി എടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിലേക്ക് ഫിഗോ അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സോ ഒക്കെ ചേർക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇനി നന്നായിട്ട് ഉണങ്ങിയ ഒരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കുന്നതിനെക്കാട്ടിലും എപ്പോഴും നല്ലത് നന്നായിട്ട് ഉണങ്ങിയ ഒരു തടിത്തവി എടുക്കുന്നതാണ്. കൈ വെച്ചിട്ട് മിക്സാക്കി അതിൽ എന്തെങ്കിലും വെള്ളമയം ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൂപ്പിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ക്ലീനായിട്ടുള്ള ഉണങ്ങിയ പാത്രത്തിലൊക്കെ വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോഴാണ് കറക്റ്റ് പ്ലം കേക്ക് ടേസ്റ്റ് കിട്ടുന്നത്. ഞാൻ ഇത് സോക്ക് ചെയ്യാൻ നേരം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് കുപ്പിയിലേക്ക് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ലെയറുകളായിട്ടും ഇട്ട് കൊടുക്കാം. പക്ഷേ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ആ ഫ്ലേവറൊക്കെ എല്ലാത്തിലേക്കും നന്നായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഓറഞ്ച് മർമലേഡാണ്. ഇത് കടകളിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇതൊരു ഓറഞ്ച് ജാം വന്നിട്ട് അതിൽ ഓറഞ്ചിൻ്റെ സ്കിന്നും ഒക്കെ ഉള്ളൊരു ജാം പോലത്തെ ഒന്നാണ്. അതൊരു 2 ടേബിൾ സ്പൂൺ നമ്മളിതിലേക്ക് ചേർക്കാം. ഇതിനി നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇട്ടാലും മതി, ചേർത്ത് കൊടുക്കണം നിർബന്ധവും ഇല്ല. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ പ്ലം കേക്കിന് നല്ലൊരു ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ആണ്. വേറെ ഫ്രൂട്ടിൻ്റെ ജാമൊന്നും ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർക്കുന്നില്ല. ഓറഞ്ചാണ് ഏറ്റവും നല്ലത് ഇതിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിന് 1 മാസം മുന്നെങ്കിലും ഇതിങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് വരും കേക്ക്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് സ്പൈസുകളാണ്. സ്പൈസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഏലക്കപ്പൊടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ പൊടികളായിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് നിങ്ങൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവ് വേരി ചെയ്യും. അപ്പം നമ്മളിവിടെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് ക്ലോവാണ്, അതായത് ഗ്രാമ്പു. ഇതൊരു 1/4 ടീസ്പൂണാണ് നമ്മൾ ചേർക്കുന്നത്. ഗ്രാമ്പു ഒക്കെ ചേർക്കുമ്പോൾ ഒരുപാട് കൂടരുത്. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് പ്ലം കേക്കിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്.
ഇവിടെ ഇങ്ങനെ പൊടികളായിട്ട് ചെറിയ കുപ്പികളിൽ എല്ലാ സ്പൈസുകളും വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ എടുക്കുന്നത്. ഇത് ജാതിക്കയുടെ പൊടിയാണ്. പ്ലം കേക്കിന് ഒരു പ്രധാന ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് ഈ ജാതിക്ക പൊടി. ജാതി പത്രിയല്ല, ജാതിക്കയുടെ കുരുവിൻ്റെ പൊടിയാണ് ഇത്. അത് ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. പിന്നെ വേണ്ടത് കറുവപ്പട്ട പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ചുക്ക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചുക്ക് പൊടി ഓപ്ഷണലാണ്, ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് തടി തവി വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി നമുക്കിത് കുപ്പികളിലാക്കാം. കുപ്പി എന്ന് പറയുമ്പോൾ നല്ല ക്ലീൻ ആയിട്ടുള്ള കണ്ണാടി കുപ്പിയാണ് ഏറ്റവും നല്ലത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ കഴിവതും ഇത് ഇട്ട് വെക്കാതിരിക്കുക, കണ്ണാടി കുപ്പിയിൽ തന്നെ എടുക്കുക. നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന കുപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അനുസരിച്ചിട്ടുള്ള വലിപ്പത്തിലുള്ള കുപ്പി എടുക്കുക. ഞാനിവിടെ 2 കുപ്പിയിലാണ് ഇത് സോക്ക് ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഉണങ്ങിയ തവി വെച്ചിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഈ കുപ്പിയിൽ ആക്കുകയാണ്. നമ്മളിതിലേക്ക് ഇനി ആൽക്കഹോളും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് വരും. അപ്പോൾ നമ്മൾ കുപ്പിയിൽ മുഴുവനായിട്ടും ഇത് നിറയ്ക്കരുത്, കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് വേണം ഇത് നിറയ്ക്കാനായിട്ട്. അപ്പോൾ നമ്മളൊരു കുപ്പിയിൽ നിറച്ചു, ബാക്കിയുള്ളത് മറ്റൊരു കണ്ണാടി കുപ്പിയിലേക്ക് ആക്കുകയാണ്. അപ്പോൾ നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ നമ്മൾ റം വെച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്യുന്നത്. റമ്മും ബ്രാൻഡിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് സോക്ക് ചെയ്യാം. ഇനി ആൽക്കഹോൾ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൈനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിലോ സോക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ റമ്മിലാണ് ഇത് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ച് നോക്കാം. ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കുതിർന്ന് കിടക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയും റം ഇതിലേക്ക് ഒഴിക്കണം. നമ്മളിവിടെ 1 കപ്പ് മുതൽ 1.5 കപ്പ് വരെയാണ് ഒരു കുപ്പിയിൽ ഒഴിക്കുന്ന റമ്മ്. അപ്പോൾ ഇതിൽ മുങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ടുള്ള റമ്മ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുപ്പി നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കുക. 2 കുപ്പിയിലും ഇതുപോലെ ഒഴിച്ചതിന് ശേഷം ഡെയിലി നമ്മൾ ഈ കുപ്പി എടുത്തിട്ടൊന്ന് കുലുക്കി കൊടുക്കണം. അപ്പോൾ ഈ റം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആയിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റമ്മല്ല, നിങ്ങൾ ഫ്രൂട്ട് ജ്യൂസിലാണ് സോക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ആക്കിയിട്ട് 1 മാസമൊന്നും വെക്കാൻ പറ്റില്ല. അതിന് മുന്നായിട്ട് ഇതിൽ പൂപ്പൽ വരും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ ഒരു 2-3 ദിവസം മുന്നേ സോക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ ഓവർനൈറ്റ് സോക്ക് ചെയ്തതിന് ശേഷം പ്ലം കേക്ക് ഉണ്ടാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട് ജ്യൂസിൽ സോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ വൈനിൽ സോക്ക് ചെയ്യുന്നതിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, അതുപോലെ തന്നെ ഇതിൻ്റെ എൻഡ് സ്ക്രീനിലും കൊടുക്കാം. അപ്പോൾ നിങ്ങളത് ക്ലിക്ക് ചെയ്ത് നോക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഡെയിലി ഇതൊന്ന് കുലുക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ ഇത് സോക്ക് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കുന്നത്, നമ്മൾ പുറത്ത് തന്നെയാണ് വെക്കുന്നത്. ഒരുപാട് ചൂടും തണുപ്പും ഏക്കാത്ത ഒരു അലമാരിയിൽ ഒന്ന് അടച്ച് ഇത് മാറ്റി വെക്കുക. ഡെയിലി കുലുക്കി കൊടുക്കുക. ഇനി നമുക്ക് കഴിഞ്ഞ വർഷം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിൽ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ നമ്മൾ ഇത് എത്ര നാൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു അത്രയും ടേസ്റ്റ് നമ്മുടെ പ്ലം കേക്കിന് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഇട്ട് വെച്ചിരിക്കുന്നത് ഈ വർഷത്തേക്ക് മാത്രമല്ല, അടുത്ത വർഷത്തേക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം സോക്ക് ചെയ്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള കേക്കായിരിക്കും ഞാൻ ആദ്യം ഇടുന്നത്. അപ്പോൾ അധികം താമസിയാതെ അതിടാം. അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് വെക്കുക. അതുപോലെ നമ്മൾ വൈനിൻ്റെയൊക്കെ റെസിപ്പികൾ അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വൈനിന് വേണ്ടിയിട്ടുള്ള കുപ്പിയും അതൊക്കെ എടുത്ത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കുക. അതിൻ്റെ റെസിപ്പി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുപോലെ ഇതിന് മുൻപ് നമ്മൾ ഒരുപാട് ടൈപ്പ് വൈൻ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ 21 ദിവസം എടുത്ത് ചെയ്യുന്നതും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ക്രിസ്മസ് റെസിപ്പികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്